തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കുക. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വാത്സല്യമായ സർവസ്വതാംനാഥ, അവിടുന്ന് ഒരു പ്രാവശ്യം കൂടെ തന്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങൊരുക്കുന്ന സാവകാശത്തിന് ഞാൻ നന്ദിയോട് സ്തോത്രം കർത്താവേ. എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവേ, വർഷത്തിൻ്റെ ഈ ദിവസം വരെ കർത്താവേ, ഓരോ നിമിഷവും അല്ലെ കാത്തുപരിപാലിക്കുകയും കർത്താവ് ഇത്രത്തോളം വഴി നിർത്തിയ നന്മൾക്കാർ നന്ദിയോട് സ്തോത്രം. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും മറ്റു പ്രയാസ സാഹചര്യങ്ങളിലൊക്കെ കർത്താവേ, നീ ഇത്രത്തോളം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ കൃപയ്ക്കൊത്തോണം കരുണയ്ക്കൊത്തോണം നിലനിർത്തിയതിനായ നന്ദിയോട് സ്തോത്രം കർത്താവ്. വചനം അങ്ങയുടെ ജനം അങ്ങയുടെ അടിയൻ അങ്ങയുടെ കർത്താവ് വെലീന അടിയനെ കർത്താവെ അങ്ങയുടെ നിറവിൽ കർത്താവെ തൻ്റെ ജനത്തെ കർത്താവെ നയിക്കുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഏറ്റവും ലളിതമായ വചനം എത്തിക്കുവാൻ വചനം ജനത്തിൻ്റെ ജീവിത ക്രിയയെ എത്തണം അവിടെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിത കാലയളവിൽ പലപ്പോഴും ദൈവം നമ്മളെ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്കൊക്കെ വിളിച്ചവരായിരിക്കും. ആ വിളി കേട്ടിറങ്ങിയവരുണ്ടായിരിക്കും. ചില തെരഞ്ഞെടുപ്പിൽ നമ്മൾ സമ്പൂർണമായി ഒരു സമർപ്പണ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും നാം ഇപ്രകാരം ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ജീവിതത്തിൽ മുൻപോട്ട് നയിച്ച് അനുഗ്രഹങ്ങളും നന്മകളാലും നിറയ്ക്കുമ്പോൾ നാം കടന്നു വന്ന പഴയ കാലയളവൊന്ന് ഓർക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിലെത്തുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ആ സ്ഥാനത്തെത്തിയെന്നോ, അല്ലെങ്കിൽ ദൈവം എപ്രകാരമാണ് ഇന്ന് വരെ ആ സ്ഥാനത്ത് നമ്മളെ നിലനിർത്തിയെന്നോ മറന്നുപോയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാർത്ഥലാഭങ്ങൾക്കും വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവരോടൊപ്പം അവരെ വഴി നടത്തിയ യഹോവയുടെ സാന്നിധ്യം നാളുകൾ കഴിഞ്ഞപ്പോൾ അവരെ നയിക്കത്തക്കോണം മറ്റൊരു വ്യക്തി വേണമെന്ന് പറഞ്ഞ് അപ്രകാരം ആ കാലയളവിൽ പുരോഹിതന്മാരും പ്രവാചകന്മാരെ ഒക്കെ ദൈവം ഒരുക്കി വഴി നടത്തിയപ്പോഴും, ന്യായാധിപന്മാരെ ഒരുക്കി വഴി നടത്തിയപ്പോഴൊക്കെയും അവർക്കതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവർക്കൊരു രാജാവ് ആവശ്യമെന്ന് പറയുവാൻ ഇടയായി. അത് യഥാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ അവൻ്റെ മക്കൾ യഥാർത്ഥമായ ഒരു ദൈവിക കൃപകളിലല്ലായിരുന്നു ജീവിച്ചു പോയതും പ്രവർത്തിച്ചതും. അത് അവിടുത്തെ ജനത്തിന് പ്രയാസങ്ങൾ സൃഷ്ടിച്ചത് കാരണം അവർ ശമൂവേൽ പ്രവാചകനോട് അവർക്കൊരു രാജാവിനെ ആവശ്യമുണ്ടെന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ദിനവൃത്താന്തം വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇപ്രകാരം ഒരു സാഹചര്യം വരും. അങ്ങനെ സാഹചര്യം വരുമ്പോൾ നിങ്ങളുടെ ഇടയിലെ സഹോദരന്മാരിൽ നിന്ന് മാത്രമേ ഒരു രാജാവിനെ വാഴിക്കുക എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രമാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് നാം അത് മനസ്സിലാക്കേണ്ടത്. അനുഗ്രഹങ്ങളിൽ വഴി നടത്തുമ്പോൾ പലപ്പോഴും നമ്മെ വഴി നടത്തുന്നതാരെന്നും നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നമ്മളെ നിലനിർത്തിയതാരെന്നും നാം മറന്നു പോകുന്നുണ്ട്. അപ്രകാരം രാജവാഴ്ചയിലേക്ക് തിരഞ്ഞെടുക്കത്തക്കോണം ദൈവം ശമൂവേലിന് പ്രവാചകനോട് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യം ശമൂവേൽ പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ രാജാവ് ശൗലാണ്. അത് ശൗലിൻ്റെ വീഴ്ചയിലാണ് രണ്ടാമത് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പാണെങ്കിലും വ്യക്തതയോടെ യഹോവയായ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറയുന്നുണ്ട് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അവരെവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇരുവരുടെയും ജീവിതത്തിൽ ശൗല് കാണാൻ യോഗ്യനും പുറമേ ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു. അതേസമയം ദാവീദ് പിതാവിൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ പുറമേ കാട്ടി കൂടുതൽ അകത്ത് ഏറ്റവും
ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു. ആന്തരികമായ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ദൈവവുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിത്വമാണ്. രണ്ടുപേരുടെയും ജീവിതത്തിൽ പ്രവാചകന്മാർ വന്ന് ഒരു കാര്യം പറയുമ്പോൾ, അവരുടെ വീഴ്ചയെപ്പറ്റി ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ പ്രതികരണമാണ് അവരെ പിന്നെ ദൈവസന്നിധിയിൽ ഉയർത്തുവാനും നിലനിർത്തുവാനും ഇടയാകുന്നത്. നമുക്കാദ്യം ശൗലിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. 2 ശമൂവേൽ 12:13. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അവിടെ നാഥാൻ പ്രവാചകൻ ആ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലെ വീഴ്ച എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് അവിടെ പ്രതികരണമായിട്ട് പറയുന്നത് എന്താണ്? ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം ശൗൽ രാജാവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു നിന്ന് അപ്രകാരം ഒരു സാഹചര്യത്തിൽ ശൗൽ രാജാവിൻ്റെ പ്രതികരണം നമുക്കൊന്ന് മനസ്സിലാക്കാം. അവിടെ പ്രവാചകൻ പറയുന്ന കാര്യമൊന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 ശമൂവേൽ 9:2. അവനെ ശൗൽ എന്നു പേരോടുകൂടിയ യൗവനക്കാരനായ കോമളത്വമുള്ള ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ മറ്റെല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. അവൻ എല്ലാവരെക്കാട്ടി തോൾ മുതൽ പൊക്കമുള്ളവൻ. അതായത് ഒരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലുള്ളൊരു, അതായത് ബാഹ്യമായൊരു വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പോൾ 1 ശമൂവേൽ 10:6-7 വായിക്കുമ്പോൾ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്ന് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും നീ മറ്റൊരാളായി മാറുകയും ചെയ്യും. ഈ അടയാളങ്ങൾ സംഭവിക്കുമ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇവിടെ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ കണ്ട് അവനെ അഭിഷേകം ചെയ്ത് അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിൽ അവനോട് പറയുന്ന കാര്യമാണ്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്ന് നീയും അവരോട് കൂടെ പ്രവചിക്കും. അതായത് അവനെ യഹോവയായ ദൈവമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്കോണം ഒരു അടയാളമാണ്. ആ പോകുന്ന വഴിയിൽ നീ പ്രവാചകന്മാരുടെ ഒരു കൂട്ടത്തെ കാണും. അവരുടെ മധ്യത്തിൽ വരുമ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വരികയും അവൻ അവരെ പോലെ പ്രവചിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നീ ആ സമയത്ത് നിനക്ക് യുക്തമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നത്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് ശൗൽ തൻ്റെ പിതാവിൻ്റെ കഴുതക്കുട്ടിയെ തേടി ഇറങ്ങിയ വ്യക്തിയാണ്. ദൈവമാണ് യഥാർത്ഥത്തിൽ ആ കഴുതക്കുട്ടിയെ അപ്രകാരം ഒരു സാഹചര്യത്തിലേക്ക് കടത്തിവിടുന്നത്. കാരണം ആ ശൗലിനെ ശമൂവേൽ പ്രവാചകൻ്റെ അടുത്തേക്ക് എത്തിക്കത്തക്കവണ്ണം ഉള്ളൊരു മുഖാന്തരമായിരുന്നു. കഴുതക്കുട്ടിയെ കിട്ടാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനൊരു പ്രവാചകനുണ്ടെന്നും ആ പ്രവാചകനെ ഒന്ന് കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് പറയുമ്പോഴാണ് ശൗൽ ആ വ്യക്തിയെന്നും അവനെ അഭിഷേകം ചെയ്യണമെന്നൊക്കെ ദൈവം പറയുന്നത്. നാം എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ മുഖാന്തരം ഒരുക്കുക മാത്രമല്ല, ദൈവം ആ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുകയും ചെയ്യും. മുമ്പോട്ട് വായിക്കട്ടെ. 1 ശമൂവേൽ 10:9 വായിക്കുമ്പോൾ, ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് മറ്റൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അവനോട് പറഞ്ഞ എല്ലാ അടയാളങ്ങളും അന്ന് തന്നെ. നാം അവിടെ ഒരു മനസ്സിലാക്കേണ്ട, ദൈവത്തിൻ്റെ അഭിഷക്തനായി കഴിയുമ്പോൾ ദൈവം മറ്റൊരു ഹൃദയം നിനക്ക് നൽകും. ആ മറ്റൊരു ഹൃദയം നമുക്ക് നൽകുന്നത് ദൈവമായിട്ടുള്ള അപ്രകാരം ഒരു ബന്ധത്തിലും ആ ദൈവം പറയുന്ന കൽപ്പനയ്ക്കൊത്തോളം ജീവിക്കുവാനും വേണ്ടിയാണ് ഒരു പുതിയ ഹൃദയം നൽകുന്നത്. പക്ഷെ ശൗലിൻ്റെ ജീവിതത്തിൽ അപ്രകാരം ജീവിക്കുകയൊക്കെ ചെയ്തു. ശൗല് കുറേ കാലയളവ് ഭരിക്കുകയും ദൈവവുമായിട്ട് ആ ബന്ധത്തിലൊക്കെ ജീവിക്കുകയും ചെയ്തു. എങ്കിലും മുൻപോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിലും സ്വയമായി തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയും
അവിടെ തൊട്ട് ശൗലിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തിഗത ജീവിതത്തിൽ അല്ലെങ്കിൽ രാജത്വ ജീവിതത്തിലുള്ള പരാജയങ്ങളല്ല, പക്ഷെ ദൈവസന്നിധിയിൽ നിന്ന് വീഴ്ചകളാണ് ആരംഭിക്കുന്നത്. 1 ശമൂവേൽ 15:2-3 വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വഴിയിൽ വെച്ച് അമാലോക് അവരെ ആക്രമിച്ച് വഴിയിൽ വെച്ച് അനാലോക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. അവരോട് ചെയ്തത് ഞാൻ ഓർത്തിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ ആകയാൽ നീ ചെയ്ത അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കളയുക. അവരോട് കനിവ് തോന്നരുത്. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കുട്ടികളെ മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയും സംഹരിച്ചു കളയുക. കാള, ആട്, ഒട്ടകം എന്നിവയും സംഹരിച്ചു കളയുക. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടേക്കുള്ള എല്ലാ സമ്പത്ത് വകകളെ മാത്രമല്ല, അവരെ എല്ലാവരെയും പൂർണ്ണമായി നശിപ്പിച്ച് ഉന്മൂലനാശമാക്കുവാനാണ് പറയുന്നത്. എന്തുകൊണ്ട്? മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനത്തിന് വഴിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് ദൈവം മറന്നിട്ടില്ല. ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് മറക്കത്തില്ലെന്ന് നാം മനസ്സിലാക്കണം. അത് ഓർത്തു വെക്കുന്ന ദൈവമാണ്. നാം പ്രതികരിച്ചില്ലെങ്കിലും ദൈവം തക്ക സമയത്ത് പ്രതികരിക്കുന്ന ഒരു ദൈവവുമാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്രകാരം ശൗലിനോട് പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും ശൗല് യഥാർത്ഥത്തിൽ അതിനെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല. ശൗല് ജനത്തിൻ്റെ വാക്കുകൾ കേട്ട് അവിടെ ഏറ്റവും മേധസ്സായ ആടുമാടുകളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല, അവരുടെ രാജാവിനെയും ജീവനോടെ പിടിച്ചു കൊണ്ടുവരികയാണ്. അവിടെയാണ് ദൈവത്തിന് അത് അനിഷ്ടം തോന്നുന്നത്. ഇതിനു മുമ്പ് അപ്രകാരം ഒരു കാര്യം ചെയ്തപ്പോൾ വ്യക്തതയോട് ദൈവത്തിൻ്റെ ആത്മാവ് അവനൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളെ കാട്ടി അനുസരണമാണ് ആവശ്യമെന്ന്. ഇവിടെയും ഒരു വീഴ്ചയാണ്. അത് കഴിഞ്ഞ് നാം മുമ്പോട്ട് വായിക്കുമ്പോൾ 1 ശമൂവേൽ 15:22 വായിക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാകുന്നു. ഇന്ന് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിലുള്ള ദൂതുകളിലായിരിക്കും അല്ലെങ്കിൽ മറ്റ് സാമൂഹിക മേഖലകളിൽ കൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്ന ദൂതുകളായിരിക്കും, അല്ലെങ്കിൽ കൺവെൻഷനിൽ. അവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തതയോടെ നമ്മളോട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ അനുസരിക്കാതെ നാം ബാഹ്യമായ പല കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങൾക്ക് കൈത്താങ്ങ് നൽകുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നാം ചിന്തിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായൊരു കാര്യമാണ്. ദൈവത്തിന് പ്രസാദകരം എപ്പോഴും ദൈവവചനം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ദൈവവചനത്തിനൊത്താണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം തിട്ടപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നാം കടന്നു വരുന്നതാണ് ദൈവത്തിന് എപ്പോഴും പ്രസാദകരമായ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അല്ലാതെ നാം എന്ത് ചെയ്താലും മറ്റെന്ത് കൊടുത്താലും ഇവിടെ വ്യക്തതയോട് പറയുന്നത് എന്താണ്? യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുന്നു. യഹോവയുടെ കൽപ്പനയാണ് നമ്മെ എപ്പോഴും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ഇടയാക്കുന്നത്. നാം അപ്രകാരം ആകുന്നുണ്ടോയെന്നൊന്ന് ചിന്തിക്കണം. ഇന്ന് നാം പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടേതായ വ്യക്തി താല്പര്യം, സ്വാർത്ഥ താല്പര്യങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണെന്ന് മറന്നു പോകാറുണ്ട്. അതിൻ്റെ 1 ശമൂവേൽ 15:23 വായിക്കുമ്പോൾ നിക്ഷേപം മന്ത്രവാദം പോലെയും പാപമാകുന്നു. നിർബന്ധ ബുദ്ധി മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയുമാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നിന്നെയും രാജസ്ഥാനത്തുനിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. യഹോവ നിന്നെയും രാജസ്ഥാനത്തുനിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു.
അവൻ്റെ വീഴ്ചയെ പറ്റിയല്ല അവിടെ അവൻ അന്നേരം ഇങ്ങനെ പറഞ്ഞ് ശമൂവേൽ പ്രവാചകൻ വന്ന് പറയുമ്പോൾ ജനം പറഞ്ഞതുകൊണ്ട് ഞാൻ, അല്ലാതെ അവൻ്റെ കുറവേറ്റ് പറയുകയല്ലായിരുന്നു. അതുകൊണ്ടാണ് യഹോവ അവനെ രാജസ്ഥാനത്തുനിന്ന് മാറ്റിക്കളയുന്നത്. നമുക്ക് രണ്ടാമത്തെ രാജാവിൻ്റെ അടുത്തേക്ക് നാം കടന്നു വരിക. 1 ശമൂവേൽ 16:1. അനന്തരം യഹോവ ശമൂവേലിനോട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്ര കാലം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ത്ലേഹേമിനായ യിസ്സായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെയും നാം നോക്കുമ്പോൾ താൻ അഭിഷേകം, ദൈവം കൽപ്പിച്ച രീതിയിൽ താൻ അഭിഷേകം ചെയ്ത രാജാവ് ദൈവത്തിൻ്റെ പാതയിൽ നിന്ന് അകന്ന് തൻ്റെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ജനത്തിൻ്റെ കൂടെ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് വീണുപോയ അവസ്ഥയാണ്. അത് ശമൂവേൽ പ്രവാചകന് പ്രയാസമുണ്ടാക്കി. ആ പ്രയാസമുണ്ടായി മാറിയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ വേറെ ഒരുവനെ അതിനെ ഒരുക്കിക്കഴിഞ്ഞു, അത് എവിടെയാണെന്ന്, ഏത് ദേശത്താണെന്നും ആരുടെ മകനാണെന്ന് വരെ വ്യക്തതയോടെ പറയുന്നു. നമ്മെ ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നാം കടന്നു വരുമ്പോൾ അതൊന്നും നാം വിചാരിക്കുന്ന നമ്മുടെ എന്തോ കഴിവുകൊണ്ടല്ല പ്രിയ സഹോദര സഹോദരി. ദൈവം നമ്മളെ വിളിക്കുന്നതാണ്. അതിൻ്റെ മുമ്പോട്ട് വായിക്കട്ടെ. 1 ശമൂവേൽ 16:7 വായിക്കുമ്പോൾ യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല യഹോവ നോക്കുന്നത്. മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. പക്ഷെ നാം യഥാർത്ഥത്തിൽ ആദ്യത്തെ രാജാവ് ശൗലിനെ തെരഞ്ഞെടുത്തപ്പോൾ യഹോവ ബാഹ്യമായി നോക്കിയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ അവൻ യഹോവയുടെ കൽപ്പനകളിൽ നിന്ന് വീണുപോയപ്പോൾ യഹോവ ബാഹ്യമായതിനെ അല്ല, ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമായി മാറി. ഹൃദയത്തിനുള്ളിലാണല്ലോ എല്ലാവിധ മാലിന്യങ്ങളും ഉരുത്തുരമ്പുന്നത്. അപ്പോൾ അതാണ് അവിടെ. അപ്പോൾ ആ പറയുന്നത് ഈശോയുടെ ഭവനത്തിൽ വന്ന ആദ്യത്തെ മകനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവനെ കണ്ട് ശമൂവേൽ പ്രവാചകൻ ചിന്തിക്കുന്ന ഇവനായിരിക്കും. പക്ഷെ അതിന് മറുപടിയായിട്ടാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് എല്ലാ മക്കളുടെയും കാര്യം കഴിയുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. 16:11-13 വരെ വായിക്കുമ്പോൾ നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനിയും ഏറ്റവും ഇളയവൻ ഉണ്ട്. അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോട് ആളയച്ചവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ നാം ഭക്ഷണത്തിന് ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപനുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവനാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഇവിടെ എത്ര വ്യക്തതയോടാണ് ദൈവം പറയുന്നത്, ആരാണ് എവിടെയാണെന്നും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവനെ വിളിക്കുകയാണ്. അതായത് നാം ലോകപ്രകാരം നോക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ദാവീദ്. എന്താണ്? ഇടയച്ചാക്കൻ. മറ്റവരെല്ലാം ആ രാജ്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആ സൈന്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരായിരുന്നു, മറ്റു സഹോദരങ്ങളും. പക്ഷെ ഇവനോ അവൻ്റേതായ ജീവിത സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ഒരു ഇടയനായിരുന്നു. പക്ഷെ ആ ഇടയച്ചെറുക്കനെയാണ് ദൈവം വിളിച്ചു മാറ്റുന്നത്. അവൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ് ദൈവത്തിന് കാണുവാൻ കഴിയുന്നത്.
അവനെ അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വായിക്കട്ടെ. ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് അവനെ അഭിഷേകം ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ ആത്മാവിൽ അവനെ പറയുന്ന കാര്യങ്ങളാണ്. യഹോവയുടെ ആത്മാവ് അവനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞ് ദാവീദ് പിതാവിൻ്റെ ഒരു പ്രതികരണം നാം ഒന്ന് വായിക്കാം. 2 ശമൂവേൽ 7:18. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് നിന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അവൻ പറഞ്ഞത്, ദൈവമായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എന്റെ ഗ്രഹവും എന്തുള്ളൂ? നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗ്രഹവും എന്നുള്ളൂ. ഇത് ആദ്യം പറഞ്ഞ നാഥാൻ പ്രവാചകനിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയുന്നത്, നിന്റെ ഇതെല്ലാം സ്ഥിരമാക്കിയിരിക്കുന്നെന്ന്. ആ പറഞ്ഞു കഴിയുമ്പോഴാണ് പറയുന്നത്, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്, എൻ്റെ ഗൃഹം എന്നുള്ള വിനയത്തോടെ ദൈവസന്നിധിയിൽ വരുന്ന ഒരവസ്ഥ. പക്ഷെ നമുക്കറിയാം, അത് കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിരിക്കുന്നു. ആദ്യം മറ്റൊരുവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നു. അത് കഴിഞ്ഞ് അവനെ കൊല്ലുന്നു. ഒരു കൊലപാതകയും വ്യഭിചാരിയുമായി മാറി. ഇതൊന്നും ആരും കാണുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നാം എപ്പോഴും ദാവീദ് രാജാവിനെ പറ്റി മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയമുള്ള, ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു രാജാവ്. അവിടെ എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത്? പ്രതിയോഗി ആ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു രാജാവിനെയാണ് ഒരു നിമിഷം കൊണ്ട് വീഴ്ത്തുന്നത്. അപ്രകാരം വീഴ്ചകൾ വന്നപ്പോഴും ആരും അറിഞ്ഞില്ലെന്നുള്ളൊരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമതും നാഥാൻ പ്രവാചകനെ ദൈവം വിടുന്നത്. ഒരു ധനികൻ്റെയും ഒരു ദരിദ്രൻ്റെയും ഉപമയിൽ കൂടെ ഒരു കാര്യം വ്യക്തതയോട് നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ അവിടെ ദാവീദ് പിതാവ് പറയുന്നത്, അപ്രകാരം ചെയ്തവനെ അവൻ മരണയോഗ്യനാണെന്ന്. അതാരാണെന്നാണ് ചോദിക്കുന്നത്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ നാം ആദ്യം വായിച്ചതുപോലെ അത് നീയാണെന്ന് പറയുന്നു. ആ നീയാണെന്ന് പറയുമ്പോൾ നാം എത്രമാത്രമാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് വീഴ്ചകൾ കാണും, കുറവുകൾ കാണും. 2 ശമൂവേൽ 12:7 പറയുന്നത്, നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. അതായത് ആ ധനികൻ്റെയും ദരിദ്രൻ്റെയും കാര്യം പറഞ്ഞു കഴിയുമ്പോൾ മരണയോഗ്യം എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് പറയുന്നത്, അത് കഴിഞ്ഞ് അവനോട് അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും അവനോട് പറയുമ്പോൾ ആ കുറവ് അവന് ബോധ്യമാകുന്നു. ആ കുറവ് ബോധ്യമായി കഴിയുമ്പോൾ 12:13 ദാവീദ് പിതാവ് പറയുന്ന കാര്യം നാം എപ്പോഴും ഒന്ന് മനസ്സിലാക്കണം. ദാവീദ് നാഥാനോട് പറയുന്നത്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്? യഹോവയുടെ ആത്മാവ് ഇന്ന് നമ്മളെ വിരൽ ചൂണ്ടി പറയുന്നുണ്ടായിരിക്കും, നിന്റെ ജീവിതത്തിലെ കുറവിതാണ്. 2 രാജാക്കന്മാരുടെ ജീവിതത്തിൽ 2 പ്രവാചകന്മാർ വന്ന് പറയുമ്പോൾ, ഒരു രാജാവ് സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥയെങ്കിൽ മറ്റൊരു രാജാവ് ഞാൻ യഹോവയുടെ സന്നദ്ധിയിൽ പാപം ചെയ്തിരിക്കുന്ന അനുതാപ ഹൃദയത്തോടെയുള്ളൊരു പ്രാർത്ഥന. അപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്രകാരമുള്ള അനുതാപത്തിലേക്കാണ് നാം കടന്നു വരേണ്ടത്. പ്രകാരം കടന്നു വരുവാൻ കഴിയുമെങ്കിൽ, ഒരിടത്ത് അവൻ്റെ രാജ്യത്വം എന്നേക്കുമായി ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റൊരിടത്ത് അവൻ്റെ രാജ്യത്വം സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഭവനത്തിനൊരു വാളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വംശാവലിയിൽ ആയതി തീരത്തപ്പണം ദാവീദ് രാജാവിനെ ഇടയാക്കി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എന്താണിന്ന് നമ്മുടെ അവസ്ഥയെന്നൊന്ന് ചിന്തിക്കുക. നാം
നമ്മെ തന്നെ നീതീകരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അനുതാപ ഹൃദയത്തോടൊന്ന് കടന്നു വരിക. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വളരെ ദിവാത്സല്യമായ സർവ്വസ്തുതാംനാഥ, ഇത്രത്തോളം ഞങ്ങളെ വഴിയെടുത്ത് നന്മകൾക്കായി സ്തോത്രം. അനുതാപ ഹൃദയത്തോടെ കടന്നു വരുന്നവരായി തീരുവാൻ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളെ തന്നെ നീതീകരിക്കുന്നവരല്ല കർത്താവ്. വചനം കേൾക്കുമ്പോൾ അനുതാപമുണ്ടാകുവാൻ കർത്താവ്, മനസ്താപത്തോടെ നിൻ്റെ സനയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവ് ക്ഷമിക്കണം, ഞങ്ങളുടെ ബലഹീനത ക്ഷമിച്ച കർത്താവേ, നിൻ്റെ കൃപയിൽ ഞങ്ങൾ ബലപ്പെടുവാൻ അവിടുന്ന് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണം. യേശു നാശിക്കുന്ന പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.